വൈദ്യശാസ്ത്രത്തിൽ ഉന്നത ബിരുദം നേടിയതിലൂടെ അദ്ദേഹത്തിന് സത്യം അനുഭവിക്കാൻ കഴിയുകയില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് മറ്റൊരു വഴി തേടിയത്. കാരണം വൈദ്യശാസ്ത്രത്തിലൂടെ കാണാനും പഠിക്കാനും ഒക്കെ സാധിക്കുന്ന മറ്റൊന്നിനെക്കുറിച്ചാണ്. മറ്റൊരാളുടെ ആരോഗ്യമോ ശരീരമോ അല്ലെങ്കിൽ ഭൗതിക വസ്തുക്കളോ ഒക്കെയാണ് ഈ ആരോഗ്യ വൈദ്യശാസ്ത്രത്തിലൂടെ പഠിക്കാൻ കഴിയൂ. ആ പഠനം പൂർണ്ണമല്ല, അതിന് പരിധികളും പരിമിതികളുമുണ്ട്. അത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അതെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം സത്യം അനുഭവിക്കണം എന്ന ആ ഒരു തീരുമാനത്തിൽ മറ്റൊരു വഴി തേടിയത്. അങ്ങനെയാണ് ആധ്യാത്മികതയിലേക്ക് കടന്നത്. അപ്പോൾ അദ്ദേഹത്തിനും ബോധ്യപ്പെട്ടു, സത്യം അന്വേഷിക്കേണ്ടതല്ല, കണ്ടുപിടിക്കേണ്ടതല്ല, അത് അനുഭവിക്കേണ്ടതാണ്. തൻ്റെ ജീവിതത്തിലൂടെ തനിക്കത് സാധിച്ചു. തന്മയ എന്ന നാമം സ്വീകരിച്ച് സന്യാസവൃത്തിയിലൂടെ ജീവിതം മുന്നോട്ടേക്ക് നയിച്ച അദ്ദേഹത്തിന് യാഥാർത്ഥ്യം എന്തെന്ന് അനുഭവിക്കാൻ കഴിഞ്ഞു. അനുഭൂതി തലത്തിൽ സത്യത്തെ സാക്ഷാത്കരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഈ സമാധി ഇരുത്തുന്ന ഈ ചടങ്ങിൽ പോലും ഇത്രയധികം ഭക്തന്മാർ ഇവിടെ ഒത്തൊരുമിച്ച് കൂടിയത്. വർക്കല എന്ന് പറയുന്നത് പുണ്യതീർത്ഥ സ്ഥാനമാണ്. ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തിൻ്റെ തപസ്സുകൊണ്ട് ധന്യമായ മണ്ണാണ്. ഇവിടെ നടരാജഗുരു, ഗുരു നിത്യചൈതന്യയതിയും മുനി നാരായണ പ്രസാദ് സ്വാമികളും അതുപോലുള്ള നിരവധി തപസ്വികളുടെ തപസ്സുകൊണ്ട് ധന്യമായ ഒരു ഭൂപ്രദേശമാണ്. അവിടേക്കെത്തുക എന്ന് പറയുന്നത് തന്നെ ഒരു നേർവഴിയാണ്. സത്യം ദർശിക്കാൻ കഴിയുന്ന അപൂർവമായ അവസരങ്ങളാണ് ഇവിടെ എത്തുന്ന ഓരോരുത്തർക്കും ലഭിക്കുക. അനുഭൂതി തലത്തിൽ, അനുഭവതലത്തിൽ സത്യത്തെ അനുഭവിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അതൊരു പക്ഷേ നിരന്തരമായ പഠനത്തിലൂടെ നിരവധി ബ്രഹ്മവിത്തുകളായ ഒട്ടേറെ മഹാത്മാക്കളുടെ സാമീപ്യം കൊണ്ടും സാന്നിധ്യം കൊണ്ടും ഒക്കെ സാധിക്കേണ്ട ഒരു കാര്യമാണ്. ഏതായിരുന്നാലും ഒരു താപസ ഭൂമിയിൽ അദ്ദേഹം എത്തി ദീർഘനാളുകളോളം അദ്ദേഹം തപസ്സനുഷ്ഠിച്ചു. ഇവിടെ നിരവധി ആളുകൾക്ക് മാർഗദർശനം നൽകി. അങ്ങനെ നിരവധി ആളുകൾക്ക് വഴികാട്ടിക്കൊടുത്ത ധന്യരാക്കി മാറ്റിയ അദ്ദേഹത്തെ ഒരിക്കലും വിസ്മരിക്കാൻ സാധ്യമല്ല. അദ്ദേഹം നാടിന് ചെയ്ത മഹത്തായ സംഭാവനകൾ എന്നുമെന്നും അടുത്ത തലമുറ ഓർക്കുക തന്നെ ചെയ്യും. ഇന്ന് സമാധി ഇരുത്തൽ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെ സൗഭാഗ്യ സന്ദായകമായൊരു നിമിഷമാണ്. പ്രത്യേകിച്ച് ഈ വർക്കലയിൽ നടരാജഗുരുവും ഗുരുനിത്യചൈതന്യയതിയും മുനി നാരായണ പ്രസാദ് സ്വാമികളുമൊക്കെ ഇവിടെ വിലയം പ്രാപിച്ച, ദേഹം ഉപേക്ഷിച്ച് ഇവിടെ സമാധി കൊണ്ട സ്ഥലത്ത് അദ്ദേഹവും ആ പൂർണ്ണ സത്യത്തിൽ, ആ പൂർണ്ണതയിൽ വിലയം പ്രാപിച്ചു എന്ന് പറയുന്നത്, അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഒരു വാസ്തവത്തിൽ ഒരു ജന്മസാഫല്യമാണ്. ഞാനതിനെ ഒരു നിയോഗമായിട്ടാണ് കാണുന്നത്. തീർച്ചയായും